മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമ്മളുടെ കണ്ണനാണെങ്കിൽ ഉണ്ണീനോട് മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്നുള്ള സത്യം തുറന്നു പറയുന്ന എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രമോ വിശേഷങ്ങളിലേക്ക് പോവാം. അങ്ങനെ നമ്മളുടെ കണ്ണൻ ആ ദിവ്യയായ ഒരു അമ്മയെ കാണുന്ന സമയത്ത് ആ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാനും മഹാലക്ഷ്മിയും കാണുന്ന അമ്മ ഒരാൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മോൻ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുന്നു. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ അച്ഛനും കൂടി പോകുമ്പം ആക്സിഡൻറ്റ് പറ്റി. ആ സമയത്ത് ഒരമ്മ തന്ന വിഗ്രഹം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ അമ്മയും ഒന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പം ഈ അമ്മ ചോദിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് ചോദിക്കുമ്പോൾ 20 വർഷമായി എന്ന് പറഞ്ഞു. ആ അമ്മയും ഞാനും ഒന്നാവണേ എങ്ങനെയാ മോനെ, ഞങ്ങളൊന്നല്ല, എന്തായാലും എൻ്റെ ഭാര്യ കാണുന്ന അമ്മ ഒന്നാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാറായിട്ടില്ല. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കാണുന്നത് എന്നെ തന്നെ ആയിരിക്കില്ല, 2 പേരെ ആയിരിക്കും. പിന്നെ മോനക്ക് അന്നൊരമ്മ ഒരു വിഗ്രഹം തന്നെന്ന് പറഞ്ഞില്ലേ, ആ വിഗ്രഹം ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല അമ്മേ. അതെന്താ അറിയാത്തതെന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ആക്സിഡൻറ്റിൽ ആ വിഗ്രഹം എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നീട് എൻ്റെ ഭാര്യ വിവാഹം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന സമയത്ത് അമ്മ തന്നതുപോലത്തെ അതേ രീതിയിലുള്ള ഒരു അയ്യപ്പ വിഗ്രഹമായിട്ടാണ് വന്നത്. അത് കാണുമ്പം എൻ്റെ കയ്യിൽ നിന്ന് അന്ന് നഷ്ടപ്പെട്ടു പോയ വിഗ്രഹമാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ആ സമയത്ത് ഈ അമ്മ പറയുന്നുണ്ട്, മോനിനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അന്ന് മോൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു വിഗ്രഹം തന്നെയാണ് അതെന്ന്. അത് കേട്ടതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അയാളുടെ കയ്യിൽ വന്നതെന്ന് ചോദിക്കുമ്പം അത് ചിലപ്പോൾ മോൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് എവിടെയെങ്കിലും വിൽക്കാൻ വെച്ചപ്പം അത് ആ കുട്ടിക്ക് കിട്ടിയതായിരിക്കുമെന്ന്. അപ്പം കണ്ണൻ പറയുന്നുണ്ട്, ആ മഹിയോട് ചോദിച്ചപ്പോഴും മഹി അങ്ങനെ തന്നെ പറഞ്ഞ് എവിടെ നിന്നോ വാങ്ങിയതാന്ന്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ ശരിയായിരിക്കും മോനെ, ആ കുട്ടിക്ക് ആരെങ്കിലും കൊടുത്തതായിരിക്കും. എന്തായാലും ആ വിഗ്രഹം ഇപ്പോൾ മോൻ്റെ വീട്ടിൽ തന്നെ എത്തിയല്ലോ, ഇനി മോനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ അമ്മയാകാൻ പോവുക, പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അമ്മയെന്ന് പറയുമ്പം എല്ലാം എനിക്കറിയാം. അതെങ്ങനെ അമ്മയെല്ലാം അറിയണേന്ന് ചോദിക്കുമ്പം അതിനൊക്കെ എനിക്കൊരു കഴിവുണ്ട് മോനെ. എന്തായാലും മോനക്കോ മോൻ്റെ കുഞ്ഞിനോ ഭാര്യയ്ക്കോ ഒരാപത്തും വരില്ല. ആ കുഞ്ഞിൻ്റെ ജന്മം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഒരു കുഴപ്പമില്ലാതെ ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല ഒരുപാട് ദൈവിക സിദ്ധികളുള്ള കുഞ്ഞായിരിക്കും ജനിക്കണേന്ന്. അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട്, ചുറ്റിനും ശത്രുക്കളെ അമ്മേ, എപ്പോഴും എന്നെയും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലണം എന്നുള്ള ചിന്തയോട് കൂടി എൻ്റെ കൂടപ്പിറപ്പുകൾ പോലും നടക്കണേന്ന് പറയുമ്പം ആ ഒരു അമ്മ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മോനെ, ശത്രുക്കളെ തകർക്കാനാണ് ഈശ്വരനുള്ളത്. എന്തായാലും ശത്രുക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് തിരിച്ചടി കിട്ടി തുടങ്ങിയില്ലേ, അതുകൊണ്ട് മോൻ പേടിക്കണ്ട, മോൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ ഒരാപത്തും വരില്ല. പ്രസവം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 പേർക്കും സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാവും. എന്തായാലും മോൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട, മോൻ്റെ പിന്നാലെ ശത്രുക്കളുണ്ട് കേട്ടോ. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, ആരാ അമ്മ എന്നെ എൻ്റെ പിന്നാലെ നടക്കണേന്ന് ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല, മോൻ്റെ സ്വന്തം ചോര തന്നെയാണ് മോനെ വക വരുത്തണമെന്ന് പറഞ്ഞ് മോൻ്റെ പിന്നാലെ നടക്കുന്ന, അതുകൊണ്ട് മോനൊന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന്. അങ്ങനെ ഈ കണ്ണനാണെങ്കിൽ ആ ഒരു അമ്മയ്ക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ അമ്മ പറയുന്നുണ്ട്, വേണ്ട മോനെ, ഞാൻ മോനക്കല്ലേ വിഷു കൈനീട്ടം തരണ്ടേ, എന്തായാലും മുതിർന്നവർ കുട്ടികൾക്ക് കൊടുക്കണ പോലെ ഞാൻ മോനക്ക് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വെള്ളി രൂപ എടുത്ത് കണ്ണൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണനോട് പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്, ഈ പൈസ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്, മോൻ്റെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കണം കേട്ടോ. ആ സമയം കണ്ണനാണെങ്കിൽ ആ പൈസ പോക്കറ്റിലേക്ക് ഇട്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഭഗവാനെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പോട്ടെ അമ്മേ, എന്നെ അവിടെ അനന്തൂരിൻ്റെ വീട്ടിൽ മഹി എല്ലാവരും കാത്തിരിക്കുകയെന്ന് പറയുമ്പോൾ മോൻ പോയിക്കോ, ഇന്നത്തെ സദ്യ കുശാലായിരിക്കും, എന്തായാലും മോൻ അങ്ങോട്ട് പോയിക്കോ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് കണ്ണൻ അങ്ങോട്ട് പോരുന്നുണ്ട്. വെളിയിൽ വന്നതും മാർക്കോയോട് കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു, അവിടെ ആ ഒരു അമ്മേനെയും കണ്ടു, അത് കണ്ടതോടുകൂടി എൻ്റെ മനസ്സിലെ എല്ലാ ടെൻഷനും പോയി മാർക്കോന്ന്. അന്നേരം മാർക്ക് പറയുന്നുണ്ട്, കണ്ണൻ സാറ് ഏതമ്മേനെ കണ്ടേന്ന് ചോദിക്കുമ്പം അകത്തൊരു അമ്മയുണ്ടായിരുന്നു, ആ അമ്മയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളിൽ വെച്ച് കാണാറുണ്ട്, പിന്നെ മഹിയും ആ അമ്മേനെ തന്നെയാണോ കാണണേന്ന് എനിക്ക് സംശയമുണ്ട്. ആ അമ്മയോട് ചോദിച്ചിട്ട് ആ അമ്മ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. അന്നേരം മാർക്ക് പറയുന്നുണ്ട്, എന്തായാലും ആ അമ്മേനെ തന്നെയാണ് കാണണമെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ 2 പേരുടെയും മുന്നിൽ ഒരുപോലെ ആ അമ്മ പ്രത്യക്ഷപ്പെടും, അതിനുള്ള സമയം വരട്ടെ എന്ന്. എന്നാൽ നമുക്ക് പോയാലോ മാർക്കോ എന്ന് ചോദിക്കുമ്പം എന്തായാലും കണ്ണൻ സാറ് പോയിക്കോ, ഞാൻ ആ അനാഥാലയത്തിൽ പോയി വിഷുസദ്യയൊക്കെ ഉണ്ടിട്ട് സമയം കിട്ടുകയാണെങ്കിൽ അനന്ത് സാറിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാം. എന്തായാലും കണ്ണൻ സാറൊന്ന് സൂക്ഷിക്കണം, കണ്ണൻ സാറിൻ്റെ അനിയനുണ്ടല്ലോ ആ ഉണ്ണി, അവൻ കണ്ണൻ സാറിൻ്റെ പിന്നാലെ തന്നെയുണ്ട്, അവൻ കണ്ണൻ സാറിനെ രക്ഷിക്കാൻ വന്നതല്ല, കണ്ണൻ സാറിൻ്റെ ജീവനെടുക്കാൻ കരുതി കുട്ടി തന്നെ അവനെ ഇറങ്ങിയേക്കണം, അതുകൊണ്ട് അവനെ ഒന്ന് സൂക്ഷിക്കണം. അതൊന്നും കുഴപ്പമില്ലടാ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ്
പറഞ്ഞ് കണ്ണൻ പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും ഈ മാർക്കോ ലോപ്പസിനോട് പറയുന്നുണ്ട്, ഇനി ആ ഉണ്ണിയെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ലോപ്പസ്, ഇനിയും അവൻ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ തന്നെ ശല്യമായിട്ട് വരാണെങ്കിൽ ഈ പ്രതാപന് കൊടുത്തതുപോലെ തന്നെയുള്ളൊരു കഷായം അവനക്കും കൊടുക്കേണ്ടി വരുമെന്ന്. അങ്ങനെ നമ്മളുടെ കണ്ണനാണെങ്കിൽ ഈ അനന്തുവിൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. അനന്തുവിൻ്റെ വീട്ടിൽ കാറിൽ ചെന്ന് ഇറങ്ങാൻ നേരത്ത് ഡ്രൈവറോട് പറയുന്നുണ്ട്, വീൽ ചെയറിൽ എടുത്തോ ചേട്ടാ, ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് പ്രശ്നമാവണ്ടെന്നും പറഞ്ഞ് കണ്ണൻ ചുറ്റും നോക്കിയിട്ട് വീൽ ചെയറിൽ തന്നെ അനന്തുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പോണ സമയത്ത് ഡ്രൈവറോട് പറയുന്നുണ്ട്, ചേട്ടൻ എന്നെ ഇവിടെ വിട്ടിട്ട് വേഗം തന്നെ വണ്ടിയായിട്ട് പോയിക്കോ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. ആ ഉണ്ണിയാണെങ്കിൽ എൻ്റെ പിന്നാലെ തന്നെയുണ്ട്, ഇനി അവൻ ഇങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെ കണ്ടാൽ ഞാനിവിടെ ഉണ്ടെന്ന് ഉറപ്പിക്കും, അതുകൊണ്ട് ചേട്ടൻ വണ്ടിയായിട്ട് പോയിക്കുമെന്ന്. അങ്ങനെ അയാളാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ഈ കണ്ണനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ലേഹയും അനന്തു, മഹാലക്ഷ്മി, മഞ്ജുവും സാഗറൊക്കെ കൂടി വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അനന്തു ഈ കണ്ണനെ കണ്ടതും, കണ്ണ നീ വന്നോ, നീ ഇനി വരില്ലായിരിക്കുമെന്ന് ഓർത്ത് ഇവിടെ ഒരാൾ പേടിച്ചിരിക്കുമായിരുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ വരാതിരിക്കുമോ, എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ ഇന്നിവിടെ വന്ന് നിങ്ങളുടെയൊക്കെ കൂടെ ഇരുന്ന് വിഷുസദ്യ കഴിക്കണമെന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം, സംശയം എന്തൊക്കെയോ ഉണ്ണിക്കുണ്ടെന്ന് എനിക്ക് തോന്നണേ, പക്ഷേ കരുണയ്ക്കും അമ്മയ്ക്കും എന്നെ സംശയമൊന്നുമില്ല, ഉണ്ണി എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇന്ന് അമ്പലത്തിൽ വെച്ച് അവനെ ഞങ്ങൾ കണ്ടിരുന്നു, അവൻ വളരെ മോശമായ രീതിയിൽ തന്നെ എന്നോട് സംസാരിച്ചത്. അതുമാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്നൊക്കെ അവൻ ചോദിച്ചു. അപ്പോൾ താൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് പറയാനാ, ഞാൻ അവനോട് പറഞ്ഞു നിങ്ങളതൊന്നും അന്വേഷിക്കണ്ട, സമയമാകുമ്പോൾ അതെല്ലാം അറിഞ്ഞോളൂ. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, കരുണേടത്തിയും എന്തൊക്കെയാണ് പറഞ്ഞത്, കരുണേടത്തിക്ക് ഇപ്പോൾ ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്, അത് വേറൊന്നും കൊണ്ടും അല്ല, കണ്ണേട്ടനും ഏടത്തിയും പിരിഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ അവരിയ്ക്കുന്നത്. ഇനിയിപ്പോൾ കണ്ണേട്ടനും ഏടത്തിയും തമ്മിൽ പിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഉണ്ണിയേട്ടനെ വേണ്ടെന്ന് വെച്ചിട്ട് കരുണേടത്തിയുടെ വീട്ടിലേക്ക് പോകും. ആ വിവരം ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, അതിലൊരു സംശയമില്ലാത്ത കാര്യം, എന്തായാലും അവളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ തമ്മിൽ പിരിഞ്ഞ് നിൽക്കാമെന്നാണ്, അതുകൊണ്ടാണ് അവൾ സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കണം. ഇനി നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ എന്നെയും തന്നെയും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുമെന്ന്. ഇതേസമയം അനന്ത് പറയുന്നുണ്ട്, ആ ഉണ്ണിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോടാന്ന് ചോദിക്കുമ്പോൾ, ഉണ്ണിക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നണേ, എന്തായാലും അവൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും, മാർക്കോയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണമെന്ന്. മാർക്കോയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ അവന് 2 കൊടുത്ത് മൂലയ്ക്ക് ഇരുത്താമെന്ന് തന്നെയാണ് പറഞ്ഞേക്കണേ, അവനെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ടല്ലോ എന്നൊക്കെ ലേഖ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അവൻ മേഘനേക്കാളും ദുഷ്ടനാ, എൻ്റെ സ്വത്തിൽ മാത്രം അവൻ്റെ കണ്ണ്, അച്ഛൻ മരിച്ചതിന് ശേഷം അവനെ വളർത്തി പഠിപ്പിച്ചതും ജോലിയാക്കി കൊടുത്തതൊക്കെ ഞാൻ, ആ ഒരു സ്നേഹമൊന്നും ഒരിക്കലും അവനൊക്കെ എന്നോട് ഉണ്ടായിട്ടില്ല, അവനൊക്കെ മേഘൻ്റെയും അമ്മാവൻ്റെയും സ്വഭാവം തന്നെയാണ് കിട്ടിയേക്കണേ, അതെങ്ങനെയാണ് അവൻ്റെ അമ്മയ്ക്കും ആ സ്വഭാവം തന്നെയല്ലേ എന്ന് ലേഖ ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട്, അവരൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ലേഖ എടുത്തി, ഇനി അതിനു വേണ്ടി നമ്മൾ നോക്കിയിരുന്നിട്ടും കാര്യമില്ല, എന്തായാലും ഉണ്ണിയേട്ടനെ ഒന്ന് സൂക്ഷിക്കണം, ഉണ്ണിയേട്ടൻ്റെ മനസ്സ് നിറച്ച് വിഷമാണ്. അങ്ങനെ അവർ സദ്യയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന നേരത്ത് അനന്ത് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ, കഴിക്കാം, അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ സന്തോഷത്തോടു കൂടി ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞ് ലേഹയും മഹാലക്ഷ്മി മഞ്ജു എല്ലാവരും കൂടി സദ്യ വിളമ്പുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കരുണയും ദുർഗയാണെങ്കിൽ വീട്ടിൽ സദ്യ കഴിക്കുന്ന നേരമായിട്ടും കണ്ണനെ കാണാണ്ടാവുമ്പം കണ്ണന് ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയം കണ്ണൻ ഫോൺ എടുത്തിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം, എന്താണ് മോനെ നീ ഊണ് കഴിക്കാൻ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞിരുന്നില്ല അമ്മേ എനിക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന്, എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റുള്ളൂ, നിങ്ങൾ സദ്യ കഴിച്ചോ, ഞാൻ പിന്നീട് വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ, അതെങ്ങനെ ശരിയാവൂടെ മോനെ, നീ ഇല്ലാണ്ട് എങ്ങനെയാണ് ഞങ്ങൾ സദ്യ കഴിക്കണേന്ന് ചോദിക്കുമ്പം, അതൊന്നും കുഴപ്പമില്ല അമ്മേ നിങ്ങൾ കഴിച്ചോ, പിന്നെ ഉണ്ണിയില്ല അവിടെ എന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ ഇവിടെ ഇല്ല, ഉണ്ണിയേട്ടൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ടുണ്ട്, അതെവിടെ പോയതാണെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ കണ്ണനൊരു സംശയമാവുന്നുണ്ട്, അതെന്താ അവൻ വിഷുവായിട്ട് സദ്യ കഴിക്കാൻ നിൽക്കാതെ പോയെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് തലയ്ക്ക് വെളിവില്ലാണ്ട് നടക്കാമല്ലേ ഇപ്പോൾ എന്ന്. അത് കേട്ടതും കണ്ണൻ്റെ സംശയം പൂർത്തിയാവുന്നുണ്ട്. അപ്പോൾ കണ്ണൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അവൻ്റെ മനസ്സിൽ എന്തോ ഒരു സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചേക്കണേയായിരിക്കും, അപ്പോൾ എന്തായാലും ഞാൻ സൂക്ഷിച്ച് തന്നെ നിൽക്കണമെന്ന്. എന്തായാലും നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ, ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവരെല്ലാവരും സദ്യ കഴിക്കുന്ന സമയത്ത് അനന്തും ലേഹയൊക്കെ പറയുന്നുണ്ട്, ഉണ്ണിക്ക് നിന്നെ സംശയം ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ണി നീ എവിടെ പോയേക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട് നിൻ്റെ പിന്നാലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും, മിക്കവാറും അവനിവിടെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മളൊന്ന് കരുതിയിരിക്കണമെന്ന്. ഇതേ സമയം ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് ശരി അനന്തുവേട്ടൻ പറഞ്ഞത്, അവൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കടന്നു വരാം,
അവരങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിക്കുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു വിഷുക്കോടിയൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മഞ്ജു നീ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ ഒരു സന്തോഷത്തിനായിട്ടാണ്. ഇത്രയും വർഷവും ഏട്ടനല്ലേ എനിക്ക് വിഷുക്കോടി വാങ്ങി തന്നിരുന്നത്, ഇതുവരെ ഞാൻ തിരിച്ച് ഏട്ടനക്കൊരു വിഷുക്കോടി തന്നിട്ടില്ലല്ലോ, അപ്പോൾ ഇന്ന് ഏട്ടനക്കൊരു വിഷുക്കോടി തന്നെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പം കണ്ണനാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ അത് വാങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഇയാളിത് എവിടെ പോയതാണെന്ന് ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഈ അനന്തുവിൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് കാറ് പുറത്തിട്ടിട്ട് ഉണ്ണി ഇങ്ങോട്ട് നോക്കുമ്പം അവിടെ കാറോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പോൾ തന്നെ ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇയാളും അവരും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ കാർ ഇവിടെ ഇടാതെ കാറ് ഡ്രൈവറിലേക്ക് കൊടുത്തു വിട്ടിട്ട് അയാൾ അകത്തുണ്ടാവും. ഇപ്പോൾ അനന്തുവേട്ടൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ കൈയോടുകൂടി മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അച്ഛനെയും കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു അവസരം പാഴാക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ പുറത്തു നിന്നിട്ട് ബെല്ലടിക്കുന്നുണ്ട്. ബെല്ലടിച്ച് കേട്ടതും നമ്മളുടെ ലേഖ പറയുന്നുണ്ട്, അത് ആരാന്ന് നോക്കിയേ. അപ്പോൾ കണ്ണൻ അത് മാർക്കോയായിരിക്കും എന്ന് പറയുമ്പം ഇല്ല, മാർക്കോ ഇപ്പോൾ വരാൻ സാധ്യതയില്ല, എന്തായാലും ഇനി ആ ഉണ്ണി എങ്ങാനാണെന്ന് അറിയില്ലല്ലോ, നോക്കിയിട്ട് തുറന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ ലേഖ വന്ന് ജനലേക്കയുടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്നത് ഉണ്ണിയാന്ന് കണ്ടിട്ട് ലേഖ പറയുന്നുണ്ട്, അത് ഉണ്ണിയാ, അതെന്തിനാ അവനിപ്പോൾ ഇങ്ങോട്ട് വന്നേ, അവൻ വീട്ടിലേക്ക് പോകണ്ടെന്ന് ചോദിക്കുമ്പം ലേഖ പറയുന്നുണ്ട് അവനക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് അവനിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കണേ, എന്തായാലും കണ്ണേട്ടൻ വേഗം തന്നെ ആ വീൽ ചെയറിൽ പോയിരിക്കുക, ഇവിടെ നിൽക്കണ്ട, ഞാൻ വാതിൽ തുറക്കട്ടെ എന്ന് പറഞ്ഞ് ലേഖ ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്നതും ഉണ്ണിയെ കണ്ട ലേഖ, ആ ഉണ്ണിയായിരുന്നോ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം എന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ചോദിക്കണം. അല്ല നീ സാധാരണ ഇങ്ങോട്ട് വരാറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ, പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണി ഇടിച്ചു കയറി പെരക്കാത്തേക്ക് കയറുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അവിടെ മഞ്ജുവിനെയും സാഹറിനെയും അനന്തുവിനെയും ഒക്കെ കാണുന്നുണ്ട്, കൂടെ മഹാലക്ഷ്മിനെയും കാണുന്നുണ്ട്. ഈ സമയത്ത് ഉണ്ണിയാണെങ്കിൽ കണ്ണനെ മാത്രം കാണുന്നില്ല, കണ്ണൻ റൂമിലോട്ട് പോയായിരുന്നു. അങ്ങനെ ഈ ഉണ്ണി വന്നതും എല്ലാവരെയും ഇങ്ങനെ നോക്കുമ്പം ഈ അനന്തു ചോദിക്കുന്നുണ്ട്, നീ ആരെയും നോക്കണേന്ന് ചോദിക്കുമ്പം അല്ല, ഇന്നിപ്പോൾ വിഷു ആയിട്ട് എന്തായാലും ഇവരുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടാവുമല്ലോ, അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നേ. ആ സമയത്ത് മഹാലക്ഷ്മിക്കൊക്കെ ഒരു പായാവുന്നുണ്ട്, ഇനി കണ്ണനെ അച്ഛൻ എന്ന് മനസ്സിലാക്കി ഇവന്നുള്ള. പക്ഷേ പിന്നീടുള്ള സംസാരത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഇവനക്ക് മനസ്സിലായിട്ടില്ല എന്ന്. അപ്പോൾ അനന്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയണേന്ന് ചോദിക്കുമ്പം അല്ല, ഇവരിവിടെ ഉള്ളപ്പോൾ എന്തായാലും ഇവരുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആണോ അതെന്ന് ചോദിക്കുമ്പം അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയണു. ആ സമയം ഈ ഉണ്ണി പറയുന്നുണ്ട്, സത്യം പറയടാ, നീ അല്ലേടാ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നും ചോദിച്ച് സാഗറിൻ്റെ നേരെ ദേഷ്യപ്പെടുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ വന്ന വഴി പോയിക്കേ, അതാ നല്ലതെന്ന് പറയുമ്പം ഇല്ലടി, ഞാനങ്ങനെ പോകാൻ വന്നതല്ല, ഇവരുടെ കുഞ്ഞിൻ്റെ അച്ഛനെ ആരാന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാൻ പോകണുള്ളൂ എന്ന്. അങ്ങനെ വീണ്ടും സത്യം പറയടാ, നീ തന്നെ അല്ലേടാ അവരുടെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് സാഗറിനോട് ചോദിക്കുന്ന സമയത്ത് കണ്ണനൊക്കെയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എത്രയാന്ന് വെച്ചിട്ട് മഹീനെ അപമാനിക്കണേ കേട്ടോണ്ടിരിക്കണേന്നും പറഞ്ഞ് കണ്ണൻ പറയുന്നുണ്ട്, അല്ലടാ അവനല്ല അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിൻ്റെ അച്ഛൻ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണ്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ആകെ സ്തംഭിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് നിങ്ങൾ ആ കുഞ്ഞിൻ്റെ അച്ഛനാവണേ, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത നിങ്ങൾക്കൊരു അച്ഛനാവാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം എനിക്ക് എഴുന്നേറ്റ് നടക്കാനും പറ്റും അച്ഛനാവാനും പറ്റും, അല്ലെങ്കിൽ നീ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ ഉണ്ണിയുടെ മുന്നിൽ ഇങ്ങനെ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കേട്ടോ. അത് കണ്ടതും ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ആകെ സ്തംഭിച്ചു പോവാണ്. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിൻ്റെ സംശയമൊക്കെ തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഉണ്ണി കണ്ണനോട് ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങളും ഇവരെല്ലാവരും ചേർന്ന് ഞങ്ങളെ ചതിക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഇതിലെന്താടാ ചതി ഉള്ളത്, അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ലാന്ന് നിങ്ങളോട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നോ, എന്നാലും നിങ്ങളിൽ നിന്നും ഇതുപോലെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല, എന്തായാലും ഞാൻ ഇവരെല്ലാവരെയും അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി പോകാനേ ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ അനന്തുവാണെങ്കിൽ കണ്ണനോട് വന്നിട്ട് പറയുന്നുണ്ട്, എടാ കണ്ണാ പ്രശ്നമാവുമല്ലോ, ഇനി ഇവൻ അവിടെ ചെന്ന് എല്ലാവരോടും പറയില്ലേ എന്ന് ചോദിക്കുമ്പം പറയുകയാണെങ്കിൽ അങ്ങോട്ട് പറയട്ടേടാ, ഇത്ര പേടിക്കണേ എന്തിനാ, മഹി എൻ്റെ ഭാര്യയും അവളുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞുമല്ലേ, പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അതങ്ങനെയല്ല കണ്ണേട്ടാ, ഇനിയിപ്പോൾ ഇത് ഉണ്ണിയേട്ടൻ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെല്ലാവരും ചേർന്ന് ഏടത്തിനെയും കുഞ്ഞിനെയും അപകടപ്പെടുത്താൻ നോക്കുന്നു. ആ സമയത്ത് അനന്ത് ഫോണെടുത്ത് മാർക്കോയെ വിളിക്കുന്നുണ്ട്. മാർക്കോ ഫോണെടുത്തതും എന്താ അനന്ത് സാറിയെന്ന് ചോദിക്കുമ്പം അനന്തു എല്ലാ കാര്യങ്ങളും മാർക്കോയോട് പറയുന്നുണ്ട്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, അവനെ ഞാൻ കുറച്ച് ദിവസമായി നോട്ടം വെച്ചിട്ട്, എന്തായാലും ഇന്നത്തോടു കൂടി അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും, അവനിവിടെ കണ്ട സത്യങ്ങളൊന്നും വേറെ ആരും അറിയരുത്, അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ മാർക്കോ ചെയ്യണം കേട്ടോ. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, അതോർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞാൻ ഇപ്പം തന്നെ അവനെ പോയി കണ്ടോളാം എന്നും പറഞ്ഞ് മാർക്കോ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.